നമസ്കാരം. ഞാൻ അമലക്ഷയ്. സിനിമ പഠിക്കണമെന്നും അതിന്റെ ഭാഗമാകണമെന്നും ആഗ്രഹമുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ തുടങ്ങിയ യൂട്യൂബ് വീഡിയോ സീരീസിലെ 13ാമത്തെ ക്ലാസ്സാണിത്. അപ്പോൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഇത്തരത്തിൽ ഡയറക്ഷനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഡയറക്ഷനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള നോളജ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിലൂടെ കുറച്ചൊന്ന് വെറൈറ്റി പിടിക്കാമെന്ന് കരുതി അല്ലേ. അതായത് നിങ്ങളിപ്പം സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പഠിച്ചു, അതുപോലെ തന്നെ സ്ക്രിപ്റ്റിന്റെ മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചു. എന്നാൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയിലുള്ള പാട്ടിന്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് കുറേ ആൾക്കാരൊക്കെ ഇത്തരത്തിൽ പറയുന്നുണ്ട് സിനിമയിൽ പാട്ടിന്റെ പോലും ആവശ്യമില്ല, കാരണം അവർ ബോളിവുഡുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത് അല്ലേ. പല ഇംഗ്ലീഷ് സിനിമകളിലും ഇത്തരത്തിൽ പാട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ വെറുതെ സമയം കളയാനായിട്ടാണ് പാട്ട് ആഡ് ചെയ്യുന്നത്, പാട്ടിന്റെ ആവശ്യമില്ല എന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇത് ശരിയാണോ? ഒരു തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഇടയ്ക്കിൽ വന്നിട്ട് ഒരാളെ ചോദിക്കുകയാണ്, നിങ്ങൾ ഒരു സിനിമയിൽ പാട്ടിന്റെ ആവശ്യമുണ്ടോ, ഇംഗ്ലീഷ് പടങ്ങളിലൊന്നും പാട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് പാട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് മറുപടി ആയിരിക്കും പറയുന്നത്? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു സിനിമയിൽ പാട്ട് അത്യന്താപേക്ഷിതമാണോ, ആണെങ്കിൽ തന്നെ ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ നിങ്ങൾ എവിടെയെല്ലാമാണ് പാട്ട് പ്ലേസ് ചെയ്യേണ്ടത്, എങ്ങനെയുള്ള പാട്ടുകളായിരിക്കണം, അതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ് തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് എന്തിനാണ് നിങ്ങളുടെ സിനിമയിൽ നിങ്ങൾ പാട്ട് ഉപയോഗിക്കേണ്ടത്, അത് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഉപയോഗിക്കേണ്ടത് തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ മലയാള സിനിമയുടെ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ചെമ്മീൻ മുതൽ ഇപ്പോൾ ഇറങ്ങിയ ടർബോ വരെയുള്ള ആ ഒരു കാലയളവിൽ ഇറങ്ങിയിട്ടുള്ള മിക്ക സിനിമകളിലും ഒരുപാട് പാട്ടുകളുണ്ടല്ലേ. അപ്പോൾ നല്ല നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചത് ഇത്തരം സിനിമകളാണെന്ന് നമുക്ക് പറയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ സിനിമകൾക്കൊക്കെ പാട്ടിൻ്റെ ആവശ്യമുണ്ടോ? അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബോളിവുഡിലും ഇംഗ്ലീഷ് പടങ്ങളിലും ഒന്നും തന്നെ ഇത്തരത്തിലധികം പാട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എന്നിട്ട് അത് അവിടുത്തെ പ്രേക്ഷകർ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അവരത് സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മലയാള സിനിമയിൽ പാട്ടിൻ്റെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ പാട്ടിൻ്റെ ആവശ്യം എന്താണ് നമുക്ക് നോക്കാം. അതായത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സിനിമയിൽ പാട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് പറയുകയാണെങ്കിൽ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ അതിൻ്റെ പാട്ട് ഇറങ്ങുന്നതാണ്. ആ ഒരു പാട്ട് ഹിറ്റ് ആവുകയാണെങ്കിൽ ഇത്തരത്തിൽ ആളുകൾ അന്വേഷിക്കും ഏത് പടമാണെന്ന്. അപ്പോൾ ആ ഒരു സിനിമയുടെ ആ ഒരു പ്രൊമോഷന് വേണ്ടി, അതിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഇത്തരത്തിൽ പാട്ട് വലിയ രീതിയിൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. എന്നാൽ നിങ്ങളൊരു റൈറ്റർ ആണെങ്കിൽ അവിടെ എന്തിനാണ് പാട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ശരിക്കും മാർക്കറ്റ് ചെയ്യാനോ ഒന്നിനു വേണ്ടിയല്ല. എന്നാൽ ഒരു റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം പാട്ട് വെക്കുന്നത് 2 റീസൺസിനാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രധാന റീസൺ എന്താണെന്ന് പറയുകയാണെങ്കിൽ ലോഹിതദാസ് സാറിൻ്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടൊരു കാര്യമുണ്ട്. അതായത് ഒരു വികാരത്തെ നമുക്ക് ഉറപ്പിക്കേണ്ടതുണ്ട്, ഒരു പ്രണയത്തെ ഉറപ്പിച്ച് നിർത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു സങ്കടാവസ്ഥയെ ഉറപ്പിച്ച് നിർത്തേണ്ടതുണ്ട്. ആ സമയത്താണ് പാട്ട് വരിക. ഒരു പാട്ട് ശരിക്കും പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇത്തരത്തിൽ നിങ്ങളൊരു തിരക്കഥ എഴുതി വന്ന സമയത്ത് അവിടെ ഒരു പൊസിഷനിലെത്തി, ആ ഒരു സമയത്ത് ഇത്തരത്തിൽ ആ ഒരു നായകന് ഒരു ഫീലിങ്സ് ഉണ്ടായിരിക്കും. ആ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് പ്രേക്ഷകരിലേക്ക് ശക്തമായി അടിച്ചു കയറ്റണമെങ്കിൽ അവിടെയാണ് നിങ്ങൾ ഇത്തരത്തിലൊരു പാട്ട് കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കിരീടം എന്ന് പറയുന്ന ചിത്രത്തിൽ തന്നെ ഇത്തരത്തിൽ ആ ഒരു എന്താ പറയുക, കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഒരു പാട്ടുണ്ടല്ലേ. അപ്പോൾ ആ ഒരു പാട്ടെന്ന് പറഞ്ഞ ഇത്തരത്തിൽ ആ ഒരു സേതുമാധവൻ്റെ ആ ഒരു വികാരവും സേതുമാധവൻ്റെ ഫീലൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ആലോചിക്കുക. ആ ഒരു പാട്ട് അവിടെ ഇല്ലായിരുന്നെങ്കിൽ അത്രയ്ക്ക് ഫീൽ നമുക്ക് കിട്ടുകയില്ലല്ലേ. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള ചിത്രമായിരിക്കും നന്ദനം, പൃഥ്വിരാജിൻ്റെ പഴയ ഒരു പടമാണ് അല്ലേ. അപ്പോൾ നന്ദനം എന്ന് പറയുന്ന പടത്തിൽ ആ ഏറ്റവും അവസാനം അതിൻ്റെ ക്ലൈമാക്സ് എത്തുന്ന സമയത്ത് കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിലെന്ന് പറഞ്ഞിട്ട് ചിത്രചേച്ചി പാടിയ ഒരു പാട്ടുണ്ട്. അപ്പം നവ്യ നായരാണ് അഭിനയിച്ചിട്ടുള്ളത്. ആ ഒരു പാട്ടാണ് ശരിക്കും അതിൻ്റെ ആ ഒരു വിഷമം, ആ നവ്യയുടെ കഥാപാത്രത്തിൻ്റെ ആ ഒരു വിഷമം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അപ്പം ചിത്രചേച്ചി അത്ര പവറിലെടുത്ത് പാടിയ ഒരു പാട്ടാണ്. അപ്പം ശരിക്കും ആ ഒരു പാട്ട് അവിടെ ഇല്ലായിരുന്നെങ്കിൽ അത്ര ഫീൽ നമുക്ക് ആ ഒരു സീനിൽ കിട്ടുകയില്ല. അപ്പം ഒരു റൈറ്റർ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ തിരക്കഥയിൽ ഒരു ഫീലിംഗ്, അതായത് ഇമോഷനാണ് മനുഷ്യരെ കണക്ട് ചെയ്യുന്നത് അല്ലേ തിരക്കഥയിൽ. അപ്പോൾ ഒരു ഇമോഷൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ അവിടെയാണ് നിങ്ങൾ പാട്ട് വെക്കേണ്ടത്. പിന്നെ ആ പാട്ട് നല്ലതായിരിക്കണം, നല്ല രീതിയിൽ പാടണമെങ്കിൽ മാത്രമേ ആളുകളിലേക്ക് അത് എത്തുകയുള്ളൂ. എന്നിരുന്നാലും ആ ഒരു ഇമോഷൻ കൂടുതലായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഒരു റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതായിട്ട് പാട്ട് വെക്കേണ്ട റീസൺ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ തിരക്കഥയിൽ ഒരു ഭാഗം എത്തിയ സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് കുറേ കാര്യങ്ങൾ പെട്ടെന്ന് കാണിച്ചു പോകണം. അതായത് ഒരു കുട്ടി ജനിച്ചു, അവൻ വളർന്ന് വലുതായി, അല്ലെങ്കിൽ അവന് ജോലി കിട്ടി, അല്ലെങ്കിൽ ഒരു നായകൻ്റെയും കല്യാണം കഴിഞ്ഞ് കുറേ നാളുകൾക്കുള്ളിൽ അവർക്ക് കുട്ടി ജനിക്കുന്നു. അങ്ങനെയൊക്കെ കാണിക്കാനായിട്ട് പെട്ടെന്ന് ഒരു ടൈം പീരീഡ് ഓടിച്ചു വിടണമെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിൽ അത് പാട്ടിലൂടെ കാണിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ടും ഒരു റൈറ്റർ ഇത്തരത്തിൽ തൻ്റെ തിരക്കഥയിൽ സോങ്ങിൻ്റെ സിറ്റുവേഷൻ കൊണ്ടുവരേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും ഇത്തരത്തിൽ ആ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട് വെറുതെ, അതായത് ഒരു സിനിമ ഉണ്ടല്ലോ, അപ്പോൾ എന്തായാലും ഒരു 4 പാട്ട് കുത്തി കയറ്റണമെന്ന് കരുതിയിട്ട് വെറുതെ പാട്ട് വെക്കാറുണ്ട്. അതായത് ആ ഒരു സിനിമയുടെ സന്ദർഭവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നായിക ഇങ്ങനെ ഇരുന്നിട്ട് നായകനെ സ്വപ്നം കാണുന്നു, അന്നേരം അവർ തമ്മിൽ മൂന്നാറോ അല്ലെങ്കിൽ ഊട്ടിയോ അല്ലെങ്കിൽ തായ്ലൻഡിലോ എവിടെയെങ്കിലും പോയിട്ട് ചുമ്മാ ഡാൻസ് കളിക്കുന്ന വെറുതെ എക്സ്പെൻസിന് വേണ്ടിയിട്ട് ഒരു പാട്ട് ഇല്ലേ. അപ്പോൾ അതിന് പകരം സിറ്റുവേഷൻ സോങ്, അതായത് ആ ഒരു സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന സോങ്ങുകളാണെങ്കിൽ അത് കൂടുതൽ ആൾക്കാരോട് എന്താ പറയുക, ആൾക്കാർക്ക് അത് കൂടുതൽ ഇഷ്ടപ്പെടും. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക,
വെറുതെ ഡാൻസ് കളിക്കുന്നൊന്നുമല്ല. പക്ഷേ റിയൽ ലൈഫിൽ നടക്കുന്ന കുറേ ഇൻസിഡൻസ് കാണിച്ചുകൊണ്ടുള്ള പാട്ടാണെങ്കിൽ അത് കുറച്ചുകൂടെ നന്നാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി തിരക്കഥ സംബന്ധിച്ച് ഒരു റൈറ്റർക്ക് വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ്. അതായത് ആ ഒരു സിനിമയുടെ പാട്ടിൻ്റെ വരികളും മറ്റു കാര്യങ്ങളും നിങ്ങൾ എഴുതണമെന്ന്. അത് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. അതിന് പ്രത്യേകം ലിറിക്സ് എഴുതുന്ന ആളുണ്ട്. പുള്ളിയായിരിക്കും അതിൻ്റെ ലിറിക്സും കാര്യങ്ങളും ഒക്കെ എഴുതുന്നത്. അതുപോലെ തന്നെ അതിന് മ്യൂസിക് ചെയ്യാനായിട്ട് മ്യൂസിക് ഡയറക്ടറും ഉണ്ടായിരിക്കും. എന്നാലും നിങ്ങൾക്ക് പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ തിരക്കഥ എഴുതി വരികയാണെങ്കിൽ എവിടെയാണോ ആ ഒരു മ്യൂസിക്കിൻ്റെ സിറ്റുവേഷൻ, ഞാൻ ഈ പറഞ്ഞ കണക്ക് അവിടെയാണ് ആ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അത് നിങ്ങൾക്ക് ഇത്തരത്തിൽ ആ ഒരു ഡയറക്ടറിനോടോ മ്യൂസിക് ഡയറക്ടറിനോടോ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇത്തരത്തിൽ മ്യൂസിക് ഡയറക്ടറിനെ സെലക്ട് ചെയ്തു, ലിറിക്സ് എഴുതുന്ന ആളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ ആദ്യം ലിറിക്സ് എഴുതുമായിരുന്നു, പിന്നീട് അതിനനുസരിച്ച് ഈണം കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം ഈണം ഉണ്ടാക്കിയിട്ട് പിന്നീടാണ് ഇത്തരത്തിൽ അതിനനുസരിച്ചുള്ള വരികൾ എഴുതുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇത്തരത്തിൽ ആ ഒരു മ്യൂസിക് ഡയറക്ടറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഒരു റൈറ്ററാണ്. ചില കേസുകളിൽ ഡയറക്ടറും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ് ആ ഒരു കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥയെന്നും അയാളുടെ സിറ്റുവേഷൻ എന്താണെന്നും ഇത് ഈ ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് ആ ഒരു കഥാപാത്രം എത്തിയത് തുടങ്ങിയ കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ വിശദമായിട്ട് മ്യൂസിക് ഡയറക്ടർക്ക് പറഞ്ഞു കൊടുക്കണം. എങ്കിൽ മാത്രമേ അയാൾക്ക് ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ആ ഒരു ഫീലിനനുസരിച്ചുള്ള പാട്ട് മേക്ക് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ലിറിക്സ് എഴുതുന്നത് ആരാണോ അയാൾക്കും ഇത്തരത്തിൽ ഈ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. അതായത് ഒരു ശോക സിറ്റുവേഷൻ ആണെങ്കിൽ ആ ശോകത്തിനനുസരിച്ചുള്ള വരികളാണ് പുള്ളി എഴുതേണ്ടതല്ലേ. അപ്പോൾ അതേപോലെ ആ സിറ്റുവേഷൻ എന്താണെന്നും അയാളുടെ നായകൻ്റെ അവസ്ഥ എന്താണെന്നും എല്ലാം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഇത് റൈറ്ററിൻ്റെ ജോലിയാണ്, അല്ലെങ്കിൽ ഡയറക്ടറിൻ്റെ ജോലിയാണ്. അപ്പോൾ ഒരു തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിൽ നിങ്ങളുടെ തിരക്കഥയിൽ എവിടെ എങ്ങനെയുള്ള പാട്ടുകൾ വേണമെന്നും പാട്ട് നൽകുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യമുണ്ട് അല്ലേ, ബോളിവുഡ് സിനിമകളിൽ എന്തുകൊണ്ടാണ് പാട്ടില്ലാത്തത്? അവിടെ ഇത്തരത്തിൽ മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമോഷൻസിനോ ഒന്നും പ്രാധാന്യമില്ലേ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് പല തരത്തിലുള്ള ആൾക്കാരല്ലേ അല്ലേ. അതായത് നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യൻ ഓഡിയൻസ് എന്ന് പറയുന്നത് വേറൊരു ടൈപ്പാണ്, അതുപോലെ തന്നെ ബോളിവുഡിലുള്ള ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ വേറൊരു ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആ ഒരു വ്യത്യാസമായിരിക്കാം ഇതിന് റീസൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ ഒരു പാട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് എന്ന് കരുതിയിട്ട് വെറുതെ പാട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാട്ട് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. നല്ല വാല്യൂ ഉള്ള അല്ലെങ്കിൽ സിറ്റുവേഷന് അനുസരിച്ചുള്ള പാട്ട് കൊടുക്കുകയാണെങ്കിലായിരിക്കും അത് ബെനിഫിറ്റ് ആവുന്നത്. ഇനി അങ്ങനെ കൊടുക്കാനായിട്ട് നിങ്ങളുടെ തിരക്കഥയിൽ ഒന്നും തന്നെ ഇല്ലെങ്കിൽ നിങ്ങൾ പാട്ട് കൊടുക്കണമെന്നില്ല. പാട്ട് കൊടുക്കാതെ തന്നെ ആ സിനിമ നല്ലതാണെങ്കിൽ ആളുകൾ അത് കണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് തിരക്കഥ സംബന്ധിച്ച് അതുപോലെ തന്നെ ഇത്തരത്തിൽ മ്യൂസിക്കും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് തന്നെ സംശയം ഉണ്ടെങ്കിലും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് മെസ്സേജ് ഇടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും പാക്കപ്പ്.